നടി രഞ്ജിനിയുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവരാൻ സാഹചര്യമൊരുങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം സിംഗിൾ ബെഞ്ചിനെ രഞ്ജിനി വീണ്ടും സമീപിച്ചെങ്കിലും തുടർ നടപടികൾ സ്റ്റേ ചെയ്യാൻ സിംഗിൾ ബെഞ്ചും തയ്യാറായില്ല. അവസാന നിമിഷം വരെ നിലനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ടാണ് 2:30-ഓടെ റിപ്പോർട്ട് പുറത്തുവന്നത്. റിപ്പോർട്ട് പുറത്തുവരുന്നത് തടയണമെന്നും അത് തന്റെ സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്നുമായിരുന്നു രഞ്ജിനിയുടെ അപ്പീൽ ഹർജിയിലെ വാദം. തന്റെ മൊഴി പുറത്തുവരുന്നത് തടയണമെന്ന് ഹർജി പരിഗണിക്കവേ രഞ്ജിനി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാണോ മൊഴി പുറത്തു വരരുതെന്നാണോ ആവശ്യം എന്ന് കോടതി ആരാഞ്ഞു. റിപ്പോർട്ടിൽ തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്നായിരുന്നു മറുപടി. ഇക്കാര്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് ചൂണ്ടിക്കാണിക്കാൻ നിർദ്ദേശിച്ച് ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഉച്ചയ്ക്ക് 12:15 ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്ന മിനിറ്റുകൾക്കകം രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 2:15 ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദത്തിലേക്ക് കടക്കാൻ തയ്യാറായില്ല. സ്റ്റേ ചെയ്യണമെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ്റെ വാദം കോടതി അംഗീകരിച്ചതുമില്ല. സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ജസ്റ്റിസ് VG അരുൺ വ്യക്തമാക്കി. ഇതിനിടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ആദ്യ ഹർജിക്കാരനായ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. തൻ്റെ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹർജി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് പോലും വന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം 2:30-ഓടെ എല്ലാ അനിശ്ചിതത്വങ്ങളും നീങ്ങി റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.